യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറി, അതോടൊപ്പം KSUവിൻ്റെ പാലക്കാട് ജില്ലാ പ്രസിഡന്റുമൊക്കെയായി പ്രവർത്തിച്ച, യൂത്ത് കോൺഗ്രസിൽ സജീവമായി നിന്നിരുന്ന, യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ വക്താവായി തന്നെ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്ന ഷാനിബ് കഴിഞ്ഞ കുറച്ച് നാളുകളായി യൂത്ത് കോൺഗ്രസിനോടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിച്ച് മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ താല്പര്യത്തോടു കൂടി DYFIയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് DYFIയുടെ അംഗത്വം നൽകിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹത്തെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് VK സനോജ് സ്വീകരിക്കും. ഷാനിബ് ഇന്നു മുതൽ DYFI അംഗമായിരിക്കുകയാണ്. പാലക്കാട് തൃത്താല സ്വദേശിയായിട്ടുള്ള ഷാനിബ് വളരെ ചെറുപ്പം മുതൽ തന്നെ KSUവിൽ കൂടി യൂത്ത് കോൺഗ്രസിൻ്റെയും എല്ലാം പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിച്ച ആളാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഷാനിബ് കോൺഗ്രസുമായും യൂത്ത് കോൺഗ്രസുമായും അകന്ന് നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഷാനിബ് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല, കോൺഗ്രസിൻ്റെ ഇന്നത്തെ തെറ്റായ നിലപാടിലും തെറ്റായ പോക്കിലും പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയായിരുന്നു. പിന്നീടാണ് ഷാനിബ് ഞങ്ങളുമായി സംസാരിച്ച് DYFIയിലേക്ക് ചേരാനാവശ്യമായിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷാനിബിനെ പോലെയുള്ള മതനിരപേക്ഷവാദികൾ ഈ പ്രസ്ഥാനത്തോട് ഏത് ഘട്ടത്തിലും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാൽ തുറന്ന മനസ്സോടുകൂടി സ്വാഗതം ചെയ്യുന്ന സമീപനമാണ് DYFI സ്വീകരിക്കാറുള്ളത്. ഷാനിബ് നേരത്തെ ഉയർത്തിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോൺഗ്രസും BJPയും തമ്മിലുള്ള ബന്ധമാണ്. പ്രത്യേകിച്ച് തൃശ്ശൂരുൾപ്പെടെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസിൻ്റെ 187,000 വോട്ടുകൾ ചോർന്നു പോകുന്ന നിലയുണ്ടായി. അങ്ങനെ കേരളത്തിൽ BJPക്ക് ഒരു പാർലമെൻറ്റ് അംഗത്തെ സൃഷ്ടിച്ചു കൊടുത്തത് കോൺഗ്രസ്സാണ് എന്ന ഷാനിബിനെ പോലെയുള്ള നിരവധി ആളുകൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ചാളുകൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. ഇത്തരം രഹസ്യ ബാന്ധവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ധാരാളം ആളുകൾ കോൺഗ്രസിൽ നിന്ന് പുറത്തു വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഇന്നത്തെ ഇന്ത്യ മതനിരപേക്ഷമായ ഉള്ളടക്കത്തോടുകൂടി വളരെ ആത്മാർത്ഥമായി പൊരുതുന്ന യുവതയാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള യുവതയുടെ പ്രതീക്ഷകൾക്കൊത്താണ് DYFI അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഷാനിബിനെ പോലുള്ള ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വരുന്ന കാല പോരാട്ടങ്ങളിൽ തോളോട് തോൾ ചേർന്ന് ഷാനിബും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. പാലക്കാടും കേരളത്തിലാകെയും ഷാനിബിൻ്റെ നേതൃപരമായിട്ടുള്ള കഴിവുകൾ ഞങ്ങൾ ഉപയോഗപ്പെടുത്തും എന്നാണ് ഈ സന്ദർഭത്തിൽ ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. DYFI ഏറ്റെടുത്ത നിരവധിയായിട്ടുള്ള ക്യാമ്പയിനുകളോട് പൊതുവെ കക്ഷിരാഷ്ട്രീയതീതമായി ആളുകൾക്ക് വലിയ അനുഭാവം പ്രകടിപ്പിക്കുന്ന നിലയുണ്ടായി. ഇന്നിപ്പോൾ രാവിലെ വയനാടിന് വേണ്ടി ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതിക്ക് വേണ്ടി സ്വരൂപിച്ച പണം എത്ര എന്ന് ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുന്ന നിലയുണ്ടായി. ഇതുവരെ വന്ന പണം 20,44,00,000 കൂടുതലാണ്. ഇനിയും ആ പണം അതിൻ്റെ അളവ് വർദ്ധിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ വയനാടിന് വേണ്ടി ഇങ്ങനെയൊരു ക്യാമ്പയിൻ ഏറ്റെടുത്തപ്പോൾ എല്ലാ വിഭാഗം ആളുകളും ഞങ്ങളോട് യോജിച്ച് പ്രവർത്തിച്ചു. ഇന്നിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വയനാടിനെ അങ്ങേയറ്റം അവഗണിക്കുന്ന
കേരളത്തോടുള്ള വിവേചനപരമായ സമീപനം സ്വീകരിച്ച് ഒരു 10 പൈസയുടെ സഹായം പോലും വയനാട് നൽകിയിട്ടില്ല. അത്തരം സന്ദർഭങ്ങളിൽ DYFI നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളോട് വലിയ അനുഭാവപൂർണമായ സമീപനമാണ് കേരളത്തിലെ ജനങ്ങളാകെ സ്വീകരിച്ചത്. അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഞങ്ങൾ തുടരും. തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള നിരവധിയായ പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അതിശക്തമായ സമരം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. റെയിൽവേയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ രാജ്യവ്യാപകമായി അതിശക്തമായ സമരം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് DYFI ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അത്തരം സമരങ്ങളിലും സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിലുമെല്ലാം ഷാനിബ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇനി ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നത് സന്തോഷകരമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ചുമതല തീരുമാനിക്കുമോ? തീർച്ചയായിട്ടും ഷാനുവിനിപ്പോൾ DYFIയിൽ പ്രാഥമിക അംഗത്വമാണ് നൽകിയത്. ഇതിനെ തുടർന്ന് ഞങ്ങളിപ്പോൾ സംസ്ഥാന കമ്മിറ്റി യോഗമെല്ലാം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഷാനിബിൻ്റെ മറ്റ് സംഘടനാപരമായിട്ട് ചുമതലകൾ കൂടി നിശ്ചയിക്കും. ഷാനിബിൻ്റെ ഘടകവും പിന്നീട് നിശ്ചയിക്കും. സോഷ്യലിസമാണ് ഭാവി, സമരമാണ് മാർഗം എന്നതാണ് DYFIയുടെ എനിക്ക് കിട്ടിയ ഈ മെമ്പർഷിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടും ഒരു കോൺഗ്രസ്സുകാരനായി നിൽക്കണം എന്ന ആഗ്രഹം ഞാൻ ആ സമയങ്ങളിൽ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഒരു കോൺഗ്രസ്സുകാരനായി നിൽക്കുക എന്ന ആഗ്രഹത്തെ പൂർണ്ണമായും കുഴിച്ചു മൂടിക്കൊണ്ടാണ് ഈ DYFIയുടെ ഓഫീസിലേക്ക് കടന്നു വരാനുള്ള തീരുമാനം ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം കോൺഗ്രസ് പാർട്ടി ഏത് വർഗീയതയുമായി ചേർന്നിട്ടാണെങ്കിലും VD സതീശൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്താൻ വേണ്ടി ഏത് വർഗീയതയുമായി ചേരാൻ ഒരു മടിയുമില്ലാത്ത പാർട്ടിയായി കോൺഗ്രസിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് RSSനോടൊപ്പം നിൽക്കുന്നു, മറുഭാഗത്ത് SDPIയും ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളോടൊപ്പം ഒരു മടിയുമില്ലാതെ ഒരു മറയുമില്ലാതെ ചേർന്ന് നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. എന്നാൽ ആ കാര്യത്തെക്കുറിച്ച് ഒരു വിശദീകരണം തരാനോ നമ്മൾ ഉന്നയിച്ച കാര്യങ്ങളിൽ ഒരു മറുപടി പറയാനോ ഒരു വിലയിരുത്തൽ നടത്താനോ തിരുത്തൽ വരുത്താനോ ആ പാർട്ടി തയ്യാറല്ല എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പാർട്ടി പാലക്കാട് ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ സ്റ്റാറ്റസ് കോ നിലനിൽക്കുകയാണ് ഉണ്ടായത്. പാലക്കാട് UDFന്റെ സീറ്റ് UDF പിടിച്ചു, ചേലക്കരയിൽ ഇടതുപക്ഷം ജയിച്ചു. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയം എല്ലാത്തിനുമുള്ള ന്യായീകരിക്കപ്പെടാൻ കഴിയുന്ന ഒരു തീർപ്പാണ് എന്ന നിലയിലേക്ക് കോൺഗ്രസ് എത്തുകയാണ്. കഴിഞ്ഞ 3 ടൈമായി ഇന്ത്യയുടെ ഭരണസാരഥ്യത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതുമാണ് ആ ന്യായാന്യായങ്ങളുടെ തീർപ്പ് എന്ന നിലയിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. തിരുത്തൽ വരുത്തും എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. ഞാനുമായി സംസാരിച്ച നേതാക്കളെല്ലാം ആ തിരുത്തൽ അവർ വരുത്തും എന്ന പ്രതീക്ഷ പങ്കുവെച്ചെങ്കിലും ഒരു തിരുത്തലിനും തയ്യാറല്ല എന്ന് മാത്രമല്ല, തുടർച്ചയായി RSSന്റെ ആലയിലേക്കും SDPIയും ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള വർഗീയ സംഘടനകളുടെ ആലയിലേക്കും ഈ പാർട്ടിയെ കൊണ്ടുപോയി കെട്ടാനുള്ള ശ്രമം VD സതീശനും കോക്കസും നടത്തുമ്പോൾ ഇനിയും ഒരു കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞു നിൽക്കുന്നതിൽ ഒരു ന്യായവുമില്ല എന്ന് മനസ്സിലാക്കിയാണ് DYFIയുടെ സ്വാഗതം ഒരു നിബന്ധനകളുമില്ലാതെ ആ സ്വാഗതത്തെ സ്വീകരിച്ച് മനസ്സാൽ വരിച്ച് ഈ പാർട്ടിയുടെ ഈ DYFIയുടെ ഓഫീസിൽ കടന്നു വരാനുള്ള തീരുമാനമെടുത്തത്. തുടർ ദിവസങ്ങളിൽ ഈ പാർട്ടിയുടെയും ഇടതുപക്ഷ സംസ്കാരത്തിൻ്റെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും ഒരു വക്താവായി, ഒരു പ്രചാരകനായി, ഈ പാർട്ടിയുടെ ഒരു എളിയ പ്രവർത്തകനായി, DYFIയുടെ ഒരു എളിയ പ്രവർത്തകനായി പ്രവർത്തിക്കാനുള്ള അവസരം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുഴുവൻ നേതാക്കളും DYFIയുടെയും CPIഎമ്മിൻ്റെയും സംസ്ഥാനതല നേതാക്കളും എൻ്റെ പ്രദേശത്തുള്ള എൻ്റെ നാട്ടിലുള്ള സാധാരണ സഖാക്കളും കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് കാണിച്ച സ്നേഹവും എന്നോട് കാണിച്ച അനുഭാവവും എന്നെ ചേർത്ത് പിടിച്ചതുമൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കിട്ടിയതിനേക്കാൾ സ്നേഹവും പരിലാളനയും അതുപോലെ തന്നെ അനുഭാവമൊക്കെ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷത്തോടുകൂടി ആത്മവിശ്വാസത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. തെരഞ്ഞെടുപ്പിൽ ഒരു തെറ്റായ ഒരു റിസൾട്ട് വന്നപ്പോൾ, തെരഞ്ഞെടുപ്പിൽ ഒരു നെഗറ്റീവ് റിസൾട്ട് വന്നപ്പോൾ ഇനി എങ്ങനെയാണ് CPM ഷാനിബിനെ കാണുന്നത് എന്ന നിലയിലുള്ള ചില ചോദ്യങ്ങൾ ചില ആളുകളുടെ മനസ്സിലേക്ക് ഉണ്ടായിട്ടുണ്ടാകും. എന്നാൽ ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ എൻ്റെ നിലപാട് പറഞ്ഞപ്പോൾ മുതൽ എങ്ങനെയാണ് ഈ പാർട്ടി എന്നോടൊപ്പം നിന്നത്, അതേ സ്നേഹത്തോടെ, അതിനേക്കാൾ സ്നേഹത്തോടെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷവും ദിവസവും ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുമുള്ള ആത്മവിശ്വാസക്കുറവും ഉണ്ടാകരുത്. ഈ പാർട്ടിയോടൊപ്പം നിൽക്കാനുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് വരുമ്പോൾ ഞങ്ങൾ എന്നും
കൂടെ ഉണ്ടാകും, സഹോദര തുല്യനായി ഞങ്ങൾ സ്വീകരിക്കും എന്ന ആ സ്നേഹവായ്പിന് അവരുടെ മുമ്പിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ ഡിവൈഎഫ്ഐയുടെ സാധാരണ പ്രവർത്തകനായി ഇവരോടൊപ്പം ഞാനും ഉണ്ടാകും എന്ന് മാത്രം എൻ്റെ ഉറപ്പ് വാക്കാൽ നൽകിക്കൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.